ആകെ നിരാശയായി ഒടുവിലൊരു തീരുമാനത്തിലെത്തി ഗൈസ്. എന്തായാലും നമ്മൾ ഇറങ്ങി, എന്തായാലും നമുക്ക് വെറുതെ ഇങ്ങ് തിരികെ പോരാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റി പിടിച്ച്, അതായത് വാഗമൺ പോകാമെന്ന് വെച്ചു. വാഗമൺ എത്തിയാൽ കൂടിയും ഒരു പ്രതീക്ഷയില്ല കേട്ടോ. കാരണം അതിശക്തമായ മഴയും കാറ്റും ഇടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലായിടവും ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷേ ഒരു പ്രതീക്ഷയില്ലാതെ എന്തായാലും പോകുവാണ്. ഒന്നുമില്ലെങ്കിലും കുറച്ച് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അങ്ങ് പോവാം. അങ്ങനെ ഞങ്ങൾ പോകും വഴി റോഡിന് സൈഡിലായിട്ട് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. ഒന്നും നോക്കിയില്ല, ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. അതുമാത്രമല്ല കുറേ നേരം വെള്ളത്തിൽ എൻജോയ് ചെയ്തു. മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുത്തു. എന്തായാലും മനസ്സ് ശരീരമൊക്കെ ഒന്ന് തണുത്തല്ലോ. എന്നാൽ പിന്നെ ഒരു ചൂട് ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ചായക്കട തപ്പി ഇങ്ങനെ പോകും വഴി നല്ല അടിപൊളി ഒരു ചായക്കട കണ്ടു കേട്ടോ. അതുപോലെ നല്ല അടിപൊളി ചായയും കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് ഇതൊരു ചായക്കടയായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ ഇതൊരു ചായക്കട തന്നെയാണ്. നല്ല അടിപൊളി വ്യൂ. ആ ബാക്കിൽ കാണുന്ന കണ്ടില്ലേ വെള്ളച്ചാട്ടം, ഇതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ചിരുന്ന് നമുക്ക് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങൾ ഇതിൻ്റെ ഓണറുമായി സംസാരിച്ചപ്പം പുള്ളി പറയുന്നത് എന്താണെന്നറിയാമോ? പുള്ളി പറയുന്നത് പുള്ളിക്ക് പുതിയ റോഡ് വന്നപ്പോൾ 10 അടി താഴ്ചയിലുള്ള ഭൂമിയാണ് കിട്ടിയത്. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെയ്തെന്നറിയാമോ? റോഡ് ലെവലിൽ ബോട്ടിൻ്റെ ആകൃതിയിൽ അങ്ങ് കെട്ടി. ഇപ്പം അടിപൊളി വൈബായി. അതുകൊണ്ട് അടിപൊളി ചായക്കട അങ്ങ് തുടങ്ങി. ഇപ്പോൾ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി വൈബാണ്. ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊരു ചായ കുടിക്കണം കേട്ടോ. സൂപ്പറായിരിക്കും, എന്തായാലും ഇഷ്ടപ്പെടും.